ജന്മാദ്യസ്ഥേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോ മുഷാദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 15-ാം അധ്യായത്തിലത്തെ 19 വരെയാണ് ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചത്. വൈകുണ്ഠ വർണ്ണനയാണ്. സനകാദികൾ വൈകുണ്ഠത്തിലേക്ക് പോയ സമയത്തുണ്ടായൊരു സംഭവം, അതാണ് കശ്യപന് ദിതിയിൽ പുത്രന്മാർ ജനിക്കാനുള്ള കാരണം എന്ന് വർണ്ണിക്കുകയാണ്. അത് ശരിക്കും പറയാൻ വൈകുണ്ഠത്തിനെ ഇപ്പം എത്ര വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈകുണ്ഠത്തിൽ പോയി എന്ന് പറഞ്ഞാലും കഥയാണ്, പക്ഷെ അതല്ലല്ലോ സാഹിത്യത്തിൻ്റെയും ഗ്രന്ഥങ്ങളുടെ ഒരു രീതി. വർണ്ണിക്കാൻ അവസരം കിട്ടിയ ദിക്കിലൊക്കെ വർണ്ണിക്കുക എന്നതാണ്. അപ്പോൾ വൈകുണ്ഠം എന്ന് പറഞ്ഞപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരാശയം അല്ലെങ്കിൽ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം ഇന്നലെ പറഞ്ഞത്. മന്ദാരം, കുന്തം, കുരവ, ഉൽപ്പലം, ചെമ്പകം, പുന്നാകം മുതലായ അതിദിവ്യങ്ങളായിട്ടുള്ളതും ഗന്ധേർച്ചിതേ സുഗന്ധമുള്ളതായ തുളസി, മറ്റ് പുഷ്പങ്ങൾ, ശിഷ്ടങ്ങളായിട്ടുള്ള ചെടി. തുളസിയെ പുഷ്പമായിട്ടാണ് പറയുക. സംഗതി ഇലയാണെങ്കിലും തുളസിപ്പൂവ് എന്നാണ് പറയുക അല്ലേ. അതിന് പൂവിൻ്റെ ഒരു പരിവേഷമാണ് കൊടുത്തിരിക്കണം. കാരണം തുളസിപ്പൂവ് എന്ന് പറയുന്നത് കൂളത്തിൻ്റെ ഇല എന്നാണ് പറയുക. രണ്ടും ഒരു സംഗതി അർച്ചിക്കാൻ എടുക്കുന്നതാണെങ്കിലും കൂളകപ്പൂവ് എന്ന് പറയാറില്ല, തുളസിപ്പൂവ് എന്നാണ് പറയുക. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും തുളസിക്ക് അത്രമാത്രം വൈശിഷ്ട്യം ഉള്ളതുകൊണ്ടാണ് തുളസിപ്പൂവ്, തുളസിയുടെ ഇല എന്ന് അധികം പറയാറില്ല. അല്ല, മരുന്ന് സംബന്ധമായിട്ടൊക്കെ പറയുന്നല്ലാണ്ട് അധികം തുളസിപ്പൂവ് എന്നാണ് പറയുക. എന്തായാലും തുളസി, ചെമ്പകം മുതലായിട്ടുള്ള വിശിഷ്ട പുഷ്പങ്ങളും ധാരാളം സുഗന്ധം വമിക്കുന്നതും വൈശിഷ്ട്യമുള്ളതും. പക്ഷേ സുഗന്ധം വഹിപ്പിക്കുന്നതും മുഴുവൻ വിശിഷ്ടമാവണം എന്നില്ല. സുഗന്ധം ഉണ്ടാവും, പക്ഷേ അത് വൈശിഷ്ട്യമുള്ളതാവണം എന്നില്ല. പക്ഷെ ഇവിടെ അത് രണ്ടും ചേർന്നിരിക്കുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള വൈകുണ്ഠം സനകാദികൾ കണ്ടു. തത്സങ്കുലം ഹരിപദാൻ അതിമാത്രതിഷ്ടൈർവൈഡൂര്യമാരകത ഹേമമയർ വിമാനേഹി. വൈഡൂര്യം, രത്നം, സ്വർണം മുതലായിട്ട് നോക്കുള്ള വിമാനത്തിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞു ശ്രീരൂപിണി കൊണയതി ചരണാരവിന്ദം ലീലാംബുജേന കരിതത്മനി മുക്തദോഷ. സർവേശ്വരിയായിട്ട് ജഗദംബികയായ മഹാലക്ഷ്മി എല്ലാവരുടെയും എല്ലാ കുറവും, ധനം സ്വർണ്ണം എന്ന് മാത്രമല്ല സർവ്വക്കുറവും അറിവിൻ്റെ കുറവും തീർത്തു കൊടുക്കുന്ന ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാന്തേഹി എന്നാണ് അറിവുള്ളവർ പ്രാർത്ഥിക്കുക. ഈ ധനം വേണം, ആയുസ് വേണം. ആയുസ് ആവശ്യമൊന്നുമില്ല, ഉള്ള ജീവിതം നന്നാവുക വേണ്ടത്. എത്ര കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആയുരാരോഗ്യം കൂടി ചോദിക്കേണ്ടതെന്നാണ്. ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാന്തേഹീശ പാർവതി. ശങ്കരാചാര്യ ചോദിച്ചത് ഒറ്റ കാര്യമാണ്. അപ്പം അത്തരം സംഗതികൾ നൽകുന്ന ശ്രീദേവി ആ വൈകുണ്ഠത്തെ സർവൈശ്വര്യപൂർണമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ആ ചിലമ്പിൽ നിന്നുണ്ടാകുന്ന ശബ്ദം തന്നെ സർവ്വ അമംഗളങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് എന്ന് സാരം. ഇനി പറയണ വാപീഷു വിദ്രുമ തടാസമലാമൃതാപ്സു പ്രേഷ്യാന്യത നിജവനെ തുളസീബിരീശം അഭ്യർച്ചതി സ്വളകമുന്നസമീക്ഷ്യ വക്ത്രമുച്ചേഷിതം ഭഗവതേത്യമതാംഗയശ്രീ. വൃത്തം ഒരു പ്രത്യേക തരത്തിലാണ്. വാപീഷു വിദ്രുമതടാസ്വമലാമൃതാപ്സു പ്രേഷ്യാന്യത നിജവനെ തുളസീബിരീശം അഭ്യർച്ചതി സ്വളകമുന്നസമീക്ഷ്യ വക്ത്രമുച്ചേഷിതം ഭഗവതേത്യമതാംഗയ ശ്രീ. ശങ്കലാം സംഗീതാത്മകമായിട്ടും ഇമ്പം ഉണ്ടാവണ വിധത്തിലൊക്കെ ചെല്ലാം. സംസ്കൃത വൃത്തങ്ങളൊക്കെ അധികം അങ്ങനെ. ഇപ്പം എന്തായാലും അല്ലയോ പൂജ്യ എന്ന് വിളിക്കുകയാണ്. അംഗ വിദ്രുമ തടാസു, പവിഴം കൊണ്ടുള്ള കെട്ടിപ്പടുത്ത കുളങ്ങളെ. പവിഴം എന്ന് പറഞ്ഞാൽ എത്ര വിലപിടിച്ച വസ്തു ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് കെട്ടിപ്പടുത്ത കുളങ്ങളത്രേ. ഇങ്ങനത്തെ വർണ്ണനയൊക്കെ ഇടയ്ക്ക് എവിടെ കാണും? ഒരു രാമായണത്തിൽ ലങ്കയെ വർണ്ണിക്കുന്നിടത്ത് കാണാം. അപാര വർണ്ണനയാണ് പുഷ്പക വിമാനത്തിനെ കുറിച്ചും ലങ്കയെക്കുറിച്ചൊക്കെ. ഇവിടെ വൈകുണ്ഠം ഒട്ടും കുറവില്ലല്ലോ.
ആണ് പവിഴം കൊണ്ടുള്ള കെട്ടിപ്പടുത്ത തീരങ്ങളോട് കൂടിയ കുളങ്ങൾ. കുളിക്കാനുള്ള കുളമാണ് ഇപ്പോൾ ഈ കേമത്തം. അമലാമൃതാപ്സു, നല്ല തെളിഞ്ഞ വെള്ളം, നിർമ്മലമായിരിക്കുന്ന പടികം പോലെയുള്ള വെള്ളം നിറഞ്ഞതും ആയ വാപീഷു, തടാകം. വാബി കൂപ തടാകം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ വാബി കുളമാണ് കേട്ടോ. വാബിയും തടാകവും കൂടി പറയില്ലല്ലോ. കുളം, തടാകം, ജലാശയം എന്ന് പൊതുവേ പറയുന്നതാണ് ഈ വാബി. പിന്നെ എന്താണ് സ്വളകം, നല്ല തലമുടിയോടുകൂടിയ വെളും അളകം. സ്വലകം, ശോഭനമായ അളകത്തോടു കൂടിയതും. ഉന്നംസം, ഉന്നതമായ നാസികയോടും കൂടിയ. വക്രം, മുഖത്തോടും കൂടിയ. ഈക്ഷ്യ, നോക്കിയിട്ട്. ഭഗവാനാൽ ഉച്ചേഷിതം, ചുംബിക്കപ്പെട്ടതും ആയ. അമത, വിചാരിച്ചു. പ്രേഷ്യാന്വിത, പരിചാരിക സഹിതരായിട്ട്. ശ്രീ ലക്ഷ്മീദേവി നിജവനെ, തൻ്റെ ഉദ്യാനത്തിൽ. എങ്ങനത്തെ ഉദ്യാനം എന്ന് നേരത്തെ പറഞ്ഞു. പവിഴം കൊണ്ട് കെട്ടിപ്പടുത്ത കൽപ്പടവുകളോ തീരപ്രദേശങ്ങളോ സൈഡുകൾ എന്ന് പറയുമല്ലോ, വശങ്ങളോട് കൂടിയ സ്ഫടികം പോലെ ജലം ഉള്ളതും. പിന്നെയോ സാക്ഷാൽ മഹാലക്ഷ്മി തൻ്റെ തോഴിമാരോടുകൂടി സഞ്ചരിച്ച് ഭഗവാൻ ആ ചുംബിക്കപ്പെട്ടതായിട്ടുള്ള ആ ശ്രീദേവിയുടെ വിലാസം ഉള്ളതും ആയ ധാരാളം വാബി തടാകങ്ങൾ, ജലാശയങ്ങൾ വൈകുണ്ഠത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. വൈകുണ്ഠം എന്ന് പറഞ്ഞൊരു വലിയ ലോകമാണ്, വലിയൊരു പ്രദേശമാണ്. ഒരു ലോകം തന്നെ എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാവും. എന്നാൽ ചെറുതല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അത്രയൊക്കെ വർണ്ണിക്കുന്നത്. പിന്നെയോ അങ്ങനെ വിചാരിക്കുന്നതും പറയണ ദേവന്മാരെ യോഗത്തിൽ പവിഴം കൊണ്ട് കെട്ടിപ്പടുത്തതും അമൃതതുല്യമായിട്ടുള്ള ജലം ഉള്ളതും ലക്ഷ്മി ദേവി തൻ്റെ മുഖകാന്തിയെ നോക്കിക്കാണുന്നു എന്നാണ്. ലക്ഷ്മി ദേവി അവിടെ പോയാൽ തൻ്റെ ആ മുഖത്തിൻ്റെ പ്രതിബിംബം ഈ വെള്ളത്തിലിങ്ങനെ കാണാം, കണ്ണോടി പോലെ. സ്ഫടികമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ തലമുടിയുടെ ശോഭ, മൂക്കിൻ്റെ ഭംഗി, ഇള്ളം പോലുള്ള മൂക്ക്, ഇതിനെയൊക്കെ ഭഗവാൻ ചുംബിച്ചിരിക്കുന്നു അല്ലേ. അത്രയും മനോഹരമായിരിക്കുന്ന ആ തുളസീദളങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നു. അഭ്യർച്ചതി സ്വളകമുന്നസമീക്ഷ്യ വക്രമുച്ചേഷിതം. അഭ്യർച്ചതി, അർച്ചിക്കുന്നു. തുളസിപ്പൂ കൊണ്ട് മഹാലക്ഷ്മി ഭഗവാനെ അർച്ചിക്കുകയും ചെയ്യുന്നു. ഇപ്പം മനോഹരമായിട്ടുള്ള വാബീകൂപ തടാകങ്ങളിൽ മഹാലക്ഷ്മിയുടെ മുഖം പ്രകാശിക്കുന്നുണ്ട്. അതിലേക്ക് അടുത്തേക്ക് പോണ സമയത്ത് ആ വെള്ളത്തിൽ നിഴൽ ക്ലിയറായിട്ട് ഇങ്ങനെ കാണാം. അത്രയും അമൃതതുല്യമായ സ്ഫടികം പോലെയുള്ള വെള്ളം ഭഗവാൻ ആ ചുംബിക്കപ്പെടുന്നു. അതേപോലെ തന്നെ തുളസി പൂ കൊണ്ട് ഭഗവാനെ അർച്ചിക്കുകയും ചെയ്യുന്നു. എന്ന പ്രജന്ത്യകബിദോ രചനാനുവാദാശുണ്ണന്തേ അന്യവിഷയ കുകഥ മതിഗ്നി. കുകഥ എന്ന് വായിക്കട്ടോ. അവിടെ കുനി തെറ്റിയിട്ട് ചിലർ കകഥ എന്ന്. ഇവിടെ മാത്രമല്ല, ഒരുപാട് തെക്കിൽ ഈ മലയാളത്തിലത്തെ കുനി നോക്കാണ്ട് വായിക്കും ചില. ഇതിനാണ് ശരിക്കും ഒരു ഈ വാക്കുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യം അവിടെ വരിക. കകഥ എന്നല്ല, കുകഥ. ആ കുനി കാണില്ല. അറിവുള്ളവരും കൂടി തെറ്റിക്കാറ് പതിവുണ്ട്. കുകഥാമതിഗ്നി വേഗത്തിൽ വായിക്കുമ്പോഴാവാം. കുകഥാമതിഗ്നി അർത്ഥം മനസ്സിലാക്കുമ്പോൾ ആ തെറ്റ് വരില്ല. കുകഥ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത കഥകൾ, ഈ ലോകത്തിലത്തെ വർത്തമാനങ്ങളെ, അവളുടെ വർത്തമാനവും ബൻ്റെ വർത്തമാനവും സിനിമാ നടികളുടെ വർത്തമാനവും ലോകകാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നതാണ് ഈ കുകഥ. നല്ല കഥയല്ല. നമ്മൾ ചീത്ത വാക്കിനോട് ചേർക്കുക. കുബുദ്ധി, കുത്സിത ബുദ്ധി, കുബുദ്ധി. ചേർത്താൽ നല്ല കഥയ്ക്ക് സൽക്കഥ എന്ന് പറയും ഭഗവാന്റെ കഥയ്ക്ക് അല്ലേ. അല്ലാത്ത കഥയ്ക്ക് കുകഥ. ഈ കുകഥ യസ്മിൻസുത ഹത ഭഗേർ നൃബിർ ആത്തസാരാത്താം താൻ ബന്ധശരണേഷു തമസ്തുഹന്ത. ഇവിടെ നല്ല കഥകൾ മാത്രമേ ഉള്ളൂ. കുകഥാമതിഗ്നി ഇവിടെ പറയണ ആർക്കാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുക, ആർക്കാണ് എത്തിച്ചേരാൻ സാധിക്കാതിരിക്കുക. അകപിത, പാപത്തെ സംഹരിക്കുന്ന ഭഗവാന്റെ രചനാനുവാദാത്, നിർമ്മാണാദിയെ അനുവദിക്കുന്നതിൽ നിന്ന്, അന്യവിഷയ, അന്യമായ വിഷയത്തോടു കൂടിയവയും, മതിഗ്നി, തെറ്റായ ബുദ്ധിയെ നശിപ്പിക്കുന്നതിനാണ്. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്.
ഖന എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. സംസ്കൃതത്തിൽ ഖനൻ എന്നുള്ള വാക്ക് നശിപ്പിക്കുക. കംസഖനൻ, ഒരാളെ കൊല്ലുന്നതിന് ഖന എന്ന് സംസ്കൃതത്തിൽ ഒറ്റ അക്ഷരം മതി. ഖനൻ. മതിക്നി എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ നശിപ്പിക്കുന്ന കുകഥ, ശരിയല്ലാത്ത കഥകളെ ശൃണോതി ആരു സദാ ശ്രദ്ധിക്കുന്നുവോ അവർക്ക് അപ്രാപ്യമാണ് വൈകുണ്ഠം. പാർക്കാ കിട്ടുക എന്ന് തന്നെ വന്നു ഇല്ലേ? ഈശ്വരകഥകൾ കേൾക്കുന്നവരിലും മനസ്സ് ശുദ്ധീകരിക്കുന്നതിലും ഒരു കാര്യമില്ലാത്ത കഥ കേൾക്കരുത്. ലോകകാര്യങ്ങളോ പരദൂഷണോ പറയാത്തവർക്ക് പ്രാപ്യമാണ്. ഈശ്വരകഥയിൽ അധിഷ്ഠിതമായിട്ടുള്ളവർക്ക് പ്രാപ്യവും. കുകഥകളിൽ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് ഒരിക്കലും ലഭിക്കാത്തതും. നൃഭി ശ്രുത, മനുഷ്യന്മാരാൽ കേൾക്കപ്പെട്ടവയും. താൻ അതാത് ആളുകളെ അശരണേഷു കിട്ടാതിരിക്കുന്ന അന്ധകാരങ്ങളാൽ ക്ഷേപിക്കുന്നു. മിഥ്യാകാര്യങ്ങളിൽ താല്പര്യം വെച്ച് നടക്കുന്നവരും കുകഥ കേൾക്കുന്നവരും, തെറ്റായ കഥകളും ഒരു പ്രയോജനമില്ലാത്ത കഥകൾ കേൾക്കുന്നവർക്ക് കിട്ടാത്തതാണ് എന്ന് തന്നെയല്ല, കേൾക്കാത്തവരുടെ ബുദ്ധിഗുണത്തെ ദുഷിപ്പിക്കുന്ന ആ കഥകൾ കേൾക്കുന്നവരുടെ ബുദ്ധി നശിപ്പിക്കുന്ന ആ കഥകൾ കേൾക്കുന്നവർക്ക് ഒരിക്കലും കിട്ടാത്തതും സത്കഥകളിൽ ശ്രദ്ധയുള്ളവർക്ക് ലഭിക്കുന്നതും ആണ് വൈകുണ്ഠം. യാ ന പ്രജന്ത്യധർമ്മിട്ട ഭൂതദ്രുഹ ഷഠ. മഹാബലിയുടെ കഥ പറയും, സ്വർഗത്തിനെ പറ്റിയിട്ടാട്ടോ പറയുക. ധർമ്മമില്ലാത്തവരും കുകഥ കേൾക്കുന്നവരും അധർമ്മിഷ്ഠന്മാർക്കും ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത സ്വർഗം എന്നാണ് അവിടെ വിവക്ഷ. ഇവിടെ തന്നെയാണ് വൈകുണ്ഠത്തിനെ പറ്റിയും പറയാനുള്ളത്. അധർമ്മിഷ്ഠന്മാർക്കും തെറ്റായ രീതിയിൽ ജീവിക്കുന്നവർക്കും കണി കാണാൻ പോലും പറ്റാത്ത വൈകുണ്ഠം, സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത വൈകുണ്ഠം. യാ തുശ്രുത ഹതബഗേർ ഭാഗ്യമില്ലാത്തവർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമോ? താൻ ക്ഷിബന്ധ അശരണേഷു തമസുഗന്ധ. അങ്ങനെയുള്ള കുൽസിത കർമ്മങ്ങളും കഥകളും കേൾക്കുന്നവർക്ക് പ്രാപ്യമല്ലാത്ത ബുദ്ധിഗുണത്തെ നശിപ്പിക്കുന്ന അവർ നരകങ്ങളിൽ ചെന്നിട്ടാണ് വീഴുക. അവർക്ക് കിട്ടാത്തതാണ് വൈകുണ്ഠം. താൻ ക്ഷിബന്ധ അശരണേഷു തമസുഗന്ധ. അവരാവട്ടെ എവിടേക്കാണ് പോവുക? അവർക്ക് സ്ഥാനം വേണമല്ലോ പോകാൻ. വൈകുണ്ഠത്തിലേക്ക് പോവില്ല, നരകത്തിലേക്ക് പോകുന്നു. തെറ്റായ കഥകളിൽ സദാകൃഷ്ടരായി അത് തന്നെ മനസ്സിരുത്തി നടക്കുന്നവർക്ക് നരകം കിട്ടുന്നു. യഥാർത്ഥ കഥകൾ കേൾക്കുന്നവർക്കോ വൈകുണ്ഠലബ്ധിയും ഉണ്ടാവുന്നു. അതാണ് വൈകുണ്ഠത്തിൻ്റെ പ്രത്യേകത. വർണ്ണന കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രാധാന്യത്തിലേക്കും മാഹാത്മ്യത്തിലേക്കുമായി. ഏഭ്യർത്ഥിതാം അഭിജനോ നൃഗതിം പ്രപന്ന ജ്ഞാനഞ്ച തത്വവിഷയം സഹധർമ്മയത്ര നാരാധനം ഭഗവതോ വിതരന്ത്യമുഷ്യ സമ്മോഹിതാവിതതയാപദമായയാതേ. ഞങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന നൃഗതി മനുഷ്യഭാവത്തെ പ്രപന്ന പ്രാപിച്ചിരിക്കുന്ന യാതൊരുത്തർ അമുഷ്യ ഭഗവത ഈ ഭഗവാന്റെ ആരാധനത്തെ ന വിതരന്തി ചെയ്യുന്നില്ലയോ. എത്ര ഏതൊരു ജന്മലാഭത്തിൽ തത്വവിഷയം തത്വത്തെ ആശ്രയിച്ചതും ധർമ്മത്തോടു കൂടിയതുമായ ജ്ഞാനം അറിവുണ്ടാകുന്നുവോ തേ അവർ വിതതയ എങ്ങും വ്യാപിച്ചിരിക്കുന്ന മായയാൽ സമ്മോഹിത ഏറ്റവും മോഹിപ്പിക്കപ്പെട്ടവരായിരുന്നു. കുറച്ച് തത്വപ്രതിപാദനമാണ് പറയുന്നത്. വ്യർത്ഥിതാം അഭിജതോ ഞങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന മനുഷ്യഭാവത്തെ പ്രാപിച്ചിരിക്കുന്നവർ യാതൊരുത്തർ അമുഷ്യ ഭഗവത ഈ ഭഗവാന്റെ ആരാധനത്തെ ചെയ്യുന്നില്ലയോ. എത്ര പറഞ്ഞിട്ടും അത് ചെയ്യുന്നില്ലയോ. ഏതൊരു ജന്മലാഭം കൊണ്ട് മനുഷ്യ ശരീരം കൊണ്ട് എത്ര തത്വവിഷയം ധർമ്മത്തോടു കൂടിയ തത്വവിഷയത്തെ എങ്ങും വ്യാപിച്ചിരിക്കുന്ന മായയാൽ മോഹിപ്പിക്കപ്പെട്ടതാണ്. ഈ ആ കുകഥ മാത്രം ശ്രദ്ധിക്കുന്നവർ ശരിക്കും വരാച്ചാൽ പ്രസിദ്ധീകരണങ്ങളും സീരിയലും ഒക്കെ പൈങ്കിളി കഥകളൊക്കെ ഈ കുകഥ അപ്പം അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും ആൾക്കാർക്ക് നല്ല താല്പര്യമുണ്ട്. എന്ത് ശ്രദ്ധയാലോചിച്ച് നോക്കൂ. ഇതൊക്കെ കാണുന്നതിനേക്കാൾ ശ്രദ്ധയോടുകൂടി കുകഥയിൽ ശ്രദ്ധിച്ച് നടക്കുക.
എന്താ കാരണം? ഇവിടെ പറയണം മായയാ സമ്മോഹിത വിതതയാ ബത തേ മായയാ. ഭഗവാന്റെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതിനൊരു കാരണം ഭഗവാൻ തന്നെ ഉണ്ടാക്കി. മായ. അവർക്ക് തോന്നിക്കൂടെ ഈശ്വര കാര്യം തന്നെയാണോ വേണ്ടത്? എന്താ തോന്നാത്തത്? തോന്നാതിരിക്കാനൊരു കാരണമുണ്ട്. മായ ഭഗവാൻ തെറ്റിച്ച് ആ മായ അവരെ ബാധിച്ചിരിക്കുന്നു. എന്തിനാ ചോദിച്ചാൽ ഉത്തരമില്ല. ചില ആൾക്കാരെ എന്തിനാണ് അങ്ങനെ ആക്കിയത്, ചില ആൾക്കാരെ എന്താണ് വേറെ വിധത്തിലാക്കിയത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമില്ല. നല്ലതും ചീത്തയും കൂടിയതാണല്ലോ ലോകം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ലോകം എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും കൂടിയതായിട്ടേ ഉണ്ടാവുള്ളൂ. നല്ലത് മാത്രമായ അത് ലോകമല്ല എന്നാണ്. അങ്ങനെ ഉത്തരമുണ്ട്. അത് ചിലരെ ആരൊക്കെ അങ്ങനെ ആവണമെന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാൻ വയ്യ, കർമ്മങ്ങളെ കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഏഭ്യർത്ഥിതാം അഭിജനോ നൃഗതിം പ്രപന്ന. മനുഷ്യജന്മം കിട്ടിയിട്ട് എത്രയൊക്കെ പറഞ്ഞിട്ടും ഈ വക കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കാത്ത ആളുകളുണ്ടാവും. അത്ഭുതപ്പെടുന്നു വേണ്ട. ജ്ഞാനഞ്ചതത്വ വിഷയം സകധർമ്മയത്ര നാരാധനം. ഭഗവാനെ ആരാധിക്കില്ല. എന്തപ്പോൾ ഭഗവാനെ പൂജിച്ചിട്ടും ആരാധിച്ചിട്ടും കാര്യം എന്ന് ചിന്തിക്കുന്നവർ വിതരന്തി അമുഷ്യ സമ്മോഹിത വിതതയാബതമായയാതേ. ഭഗവാനെ ഇവർ ശരിക്കും പറയാച്ചാൽ അങ്ങയുടെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടവരാകുന്നു. യച്ച പ്രജന്ദനിമിഷാമിഷഭാനുവൃത്യ ദൂരേഹമാക്കുവരിനസ്പൃഹണീയശീല ഭർത്തുർമിതസ്വേഷസക്കഥനാനുരാഗവൈക്ലവ്യ ബാഷ്പകലയാ പുളകീകൃതാംഗ. നീ പറയണു അനിമിഷ ദേവന്മാർ. എന്താ അവർക്ക് ഈ അനിമിഷന്മാർ എന്ന് പറയാൻ കാരണം? കണ്ണ് അടയ്ക്കാത്തവര് എന്നാണ്. നിമിഷം അനിമിഷം. കണ്ണടയ്ക്കുക കണ്ണ് തുറക്കുക, അതിനാണ് സംസ്കൃതത്തിൽ അനിമിഷം. ദേവന്മാർക്ക് കണ്ണടയില്ല അത്രേ. ഉറങ്ങുകയാണെങ്കിലും ഒരു കണ്ണ് തുറന്നിട്ടാണ് ഉറങ്ങുക. പാമ്പുകൾക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് ദേവന്മാർ എന്നാണ്. അനിമിഷം, ത്രിദശ, അനിമിഷ, അതൊക്കെ ദേവന്മാർക്ക് പറയുന്ന പേരുകളാണ്. ദേവന്മാരുടെ ഋഷഭാനുവൃത്യ, ഋഷഭൻ്റെ അനുവൃത്തി നിമിത്തം, ഭഗവാനെ അനുകരണം നിമിത്തം, ദൂരേഹമ അഹങ്കാരമില്ലാത്തവർ, അഹം അത് ദൂരത്താവുക എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഇല്ലാണ്ടിരിക്കുക. ദൂര അഹം, ദൂരേഹമ ന ഉപരി, ഞങ്ങളുടെ ഉപരിസ്ഥാനത്തെ സ്പൃഹണീയശീലാം ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ളവരും ആയ ഭർത്തു സ്വാമിയുടെ ശോഭനമായ യശസ്സിനെ മിഥ അന്യോന്യം കഥനാനുരാഗ വൈക്ലവ്യ ബാഷ്പകലയ, വേറൊന്നുമില്ല, പറയുന്നത് കൊണ്ട് കണ്ണുനീരൊഴുക്കി ഭക്തിയോടുകൂടി കഴിയുന്നവർ. കഥനം പറയൽ, അനുരാഗം അതിലുള്ള അഭിരുചി. കഥനാനുരാഗ വൈക്ലവ്യ ബാഷ്പകലയ, സന്തോഷത്തോടു കൂടി കണ്ണീരൊഴുക്കുന്ന. പുളകീകൃതാംഗ, പുളകങ്ങളാകുന്ന അംഗങ്ങളോടുകൂടിയ യാതൊന്നിനെ പ്രാപിക്കുന്നു. ഭഗവത് ഭജനത്തിൽ മുഖന്മാരായവർക്ക് വൈകുണ്ഠം കിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ആർക്കാ കിട്ടുക? ദേവന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാന്റെ കഥകളെ. ഇതവിടെ അനിമിഷ ദേവന്മാർ, അതിൽ ശ്രേഷ്ഠനാരാ? വിഷ്ണു ഭഗവാൻ. അപ്പോൾ ദേവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ വൈകുണ്ഠൻ അല്ലെങ്കിൽ ഭഗവാനെ കഥ ധാരാളം ആവർത്തിച്ച് പറയുന്നവരും, അത് തന്നെ ഒരു ജന്മസാഫല്യമായിട്ട് വിചാരിച്ച് പറയുന്നവരും, ഉപാസനയായിട്ട് പറയുന്നവരും. ചില കഥകൾ പറയുന്നത് ഒരു വലിയ ഉപാസനയാണ്. വേറൊരു ഉപാസന ആവശ്യമില്ല. കാരണം എല്ലാ ഉപാസനയുടെയും ലക്ഷ്യം എന്താ? ഒറ്റ രക്ഷയുടെ ഭഗവാനിൽ മനസ്സ് കൊണ്ടുവരിക. അത് ഈശ്വരൻ്റെ കഥ പറയണോടുകൂടി വേറെ എന്തുകൊണ്ടാണ് കിട്ടുക? ഈ കഥകൾ പറയുന്നത് തന്നെ ഒരു തൃപ്തി ഉണ്ട്. ഞാൻ ആരും കേൾക്കാനില്ല, വേണ്ട, നമുക്കത് പറയുന്നതോട് കൂടിയിട്ട് അനുസ്മരിക്കാമല്ലോ. അങ്ങനെയാണ്. അപ്പം അങ്ങനെ കണ്ണീരൊഴുക്കി അത് പറയണു, കേൾക്കണുണ്ടോ, പേര് കിട്ടുന്നുണ്ടോ, പൈസ, ഇതൊന്നുമല്ല ചിന്ത. ഈശ്വര കഥകൾ പറയുന്നതിൽ തന്നെ ആസ്വാദനം കണ്ടെത്തുന്നവരും കേട്ടോട്ടെ കേട്ടിട്ടോട്ടെ, അതല്ല വിഷയം. അങ്ങനെ ചിന്തിച്ച് കഥകൾ കേൾക്കുന്ന, ഈശ്വര കഥയിൽ സദാ
രമിക്കുന്നവർ സ്വാമിയുടെ ശോഭനമായിട്ടുള്ള കീർത്തി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുക. സഹസ്രനാമചരണം ആരും കേട്ടിട്ട് സഹസ്രനാമചരണം എന്നുണ്ടോ, കേൾക്കണമെന്നുണ്ടോ? ഇല്ല. അത് ചെല്ലുമ്പോൾ ഭഗവാന്റെ ഓരോ ആപാദാനങ്ങൾ ആ ഓരോ വാക്കുകളിലും ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നവർ കണ്ണീരൊഴിക്കും ഇല്ലേ? ഭക്തിയോടുകൂടി ചിലപ്പോൾ ഭഗവാനെ ചിന്തിച്ച് ഭഗവാൻ തന്നെ സഹായിച്ച രംഗങ്ങളും ഭഗവാനല്ലാതെ ആശ്രയമില്ല എന്ന ആശ്രയത്വം വരുമ്പോഴും രക്ഷിക്കണം ഭഗവാനെ, എല്ലാ ദിക്കിലും കാക്കണേ, ഇത്രയേ വേണ്ട. ഓരോന്നെടുത്ത് ചോദിക്കരുത്, എല്ലാ ദിക്കിലും കാത്തോളണേ എന്ന് പറഞ്ഞാൽ മതി, ധാരാളമായി. തന്നെ വേണ്ട, തന്നെ ചെയ്തോളും ഭഗവാൻ. വിശേഷിച്ച് ഓരോന്നെടുത്ത് ചോദിക്കാതെ ഭഗവാനെ ചിന്തിച്ചിരുന്ന് കണ്ണീരൊഴുക്കുന്നവർ, അവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാവും. അപ്പം അവർക്ക് സദാ വൈകുണ്ഠം ലഭിക്കും. എന്നെ ഭജന്ത നിമിഷാമിഷഭാനുവൃത്യ, ദേവന്മാർ അനിമിഷൻ, അവരിൽ ശ്രേഷ്ഠൻ, ഋഷഭൻ ശ്രേഷ്ഠൻ ആയ ഭഗവാന്റെ, വിഷ്ണു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയല്ലേ, സാഹിത്യല്ലേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ശ്ലോകങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വർണ്ണിക്കും. വിഷ്ണുവിൻ്റെ അപദാനങ്ങൾ സദാ കീർത്തിച്ചിട്ട് അഹങ്കാരം നശിക്കും. ഭാഗവതാണെങ്കിലും വേറൊന്നാണെങ്കിലും വായിച്ച് ഒക്കെ പലർക്കും അഹങ്കാരം കൂടുക ചെയ്യണം. 2 വർഷം വായിക്കാറായാൽ തന്നെ ചിലരുടെ കോപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? കുറ്റം പറയില്ല, നമ്മളൊക്കെ അതിജീവിച്ച് വന്ന ഘട്ടങ്ങളെ നമ്മൾ ഓർക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. നമുക്കുണ്ടായിരുന്നു, നമ്മൾ മോശക്കാരൊന്നുമല്ല. പിന്നെയാണ് മനസ്സിലാവുക, ഓരോരോ പ്രാവശ്യം കൂടുമ്പോഴും നമുക്കൊന്നും അറിയില്ല. ഏതോ ഒരാൾ പറയുന്നത് ചെയ്തു ഇത്രേ, ഇപ്പഴിക്ക് എന്താ അറിയോ, ഈ വായനകളൊന്നും അധികം വേണമെന്നില്ലേ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഭഗവാന്റെ കഥ എവിടെയെങ്കിലും പറയാൻ നല്ലതല്ലേ. അതെന്തേ അങ്ങനെ പറയാൻ ഇത്രയും വളർത്തിയ ഒരാൾ പറഞ്ഞു. അല്ല, ഓരോരോ പ്രാവശ്യം വായിക്കുമ്പോഴും എന്തൊക്കെ അബദ്ധങ്ങളാണ് നമ്മൾ പറയണത് നിശ്ചയില്ല കേട്ടോ. അതെപ്പോഴാണ് മനസ്സിലാവുക? കുറേ നടത്തുമ്പോഴാണ് മനസ്സിലാവുക. ആദ്യമൊക്കെ ആവട്ടോ, നമുക്ക് ആവാം. എന്താ അപ്പോൾ അവർ പറയണത് നമുക്ക് പറഞ്ഞൂടെ? പിന്നെ മനസ്സിലാവുക എത്ര വലിയൊരു സംഗതിയാണ് നമ്മൾ ചെയ്യണത്. അതോടുകൂടിയിട്ട് നമ്മുടെ അഹങ്കാരം മുഴുവൻ ബലൂണ് ചുങ്ങണ പോലെ ചുങ്ങും. ഇതൊന്നും പറയാൻ നമുക്ക് അർഹതയില്ല. എന്താ നമ്മൾ ഈ കാണിക്കണത്? അപ്പോൾ അഹങ്കാരം അവിടെ ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ആ ഈശ്വര കഥകൾ പറയുന്തോറും നമുക്ക് അഹങ്കാരം ഇല്ലാണ്ടാവണം. എനിക്ക് 2 ലക്ഷം കിട്ടണം, 3 ലക്ഷം കിട്ടണം, 10 ലക്ഷം കിട്ടണം, ഒക്കെ അഹങ്കാരമല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം അത്തരം അഹങ്കാരാദികളിലേക്ക് പോകുന്നവർ ധാരാളമുണ്ട്. കഥകൾ പറയുന്തോറും അഹങ്കാരം കൂടണവരാണ് പലരും. അതല്ല വേണ്ടത്. ഭർത്തുർമിതാസുയശസക്കഥനാനുരാഗവൈക്ലഭ്യ ബാഷ്പകലയ പുളകീകൃതാംഗ, അതാണ് വേണ്ടത്. ഭഗവാന്റെ കഥ പറയുമ്പോൾ രോമാഞ്ചത്തോടു കൂടി കണ്ണീരൊഴുക്കി അത് ആസ്വദിക്കാൻ കഴിയണം. അത് ആസ്വദിച്ചുകൊണ്ട് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദക്ഷിണ. ആസ്വദിക്കാൻ കഴിഞ്ഞാൽ വിജയിച്ചു. പിന്നെന്ത് കിട്ടി, എന്തുണ്ടായി, അത് ആരെങ്കിലും തിരുമ്പോൾ അന്നും വിഷയമല്ല. നമുക്കതിൽ ലയിക്കാൻ കഴിഞ്ഞു, നമ്മുടെ സഫലീകരണം. അവർക്ക് ലഭ്യമാണ് വൈകുണ്ഠം, വേറൊന്നുമല്ല അവർക്ക് കിട്ടുക. തത് വിശ്വകുറുവധികൃതം ഭുവനേക വന്ദ്യം ദിവ്യം വിചിത്ര വിബുധാഗ്രവിമാനശോചി ആഭുപ്പരാ മുദം അപൂർവ ഉപേത്യ യോഗമായ ബലേന മുനയത്തതോ വികുണ്ഠം. യോഗമായ പ്രഭാവത്താൽ, മായയുടെ ശക്തിയാൽ, വിശ്വകുർവധികൃതം, ഗുരു ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടതും, ധാരാണ്ടാക്കി ഭഗവാൻ അധികൃതം ഉണ്ടാക്കിയ ഭുവനേക വന്ദ്യം, എല്ലാവരും നമസ്കരിക്കുന്നു. പരമേശ്വരനാവട്ടെ പാവട്ടെ വൈകുണ്ഠത്തിൽ വന്ന് ഭഗവാനേന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു. വൈകുണ്ഠം ദേവ വിഷ്ണു എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു. ഭുവനേക വന്ദ്യം, ദിവ്യം, അലൗകികം, ലോകത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇവിടുത്തെ പോലെയല്ല, അപൂർവമായതും വിചിത്ര വിബുധ അഗ്രവിമാനശോചി, വിശിഷ്ടങ്ങളായിട്ടുള്ള വിമാനങ്ങൾ ഉള്ളതും, വിമാന ശോചി, അത് ശോഭിക്കുന്നതും, തത് വികുണ്ഠം, വൈകുണ്ഠ
ലോകത്തെ പ്രാപിച്ചിട്ട് മുനയ സനകാദിമുനികളുടെ കഥയാണ് ഇവിടെ പറയണത്. അവർ പരാം മുദം ആപു വളരെയേറെ സന്തോഷം പ്രാപിച്ചു. ആർക്കാ സന്തോഷം ഇല്ലാണ്ടിരിക്കുക? അങ്ങനത്തെ സ്ഥലത്തൊക്കെ എത്തിപ്പെട്ടാലേ ഭാവന കൊണ്ട് തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാവുന്നില്ലേ. പവിഴവും സ്വർണവും കൊണ്ട് അലങ്കരിച്ച തീരങ്ങളോട് കൂടിയ ജലാശയങ്ങൾ, ധാരാളം പച്ചപ്പുല്ലുകൾ, പക്ഷികൾ ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ വിലാസം അങ്ങനെ ഇണ്ടഞ്ഞ് വേറെന്താ വേണ്ടത്. ആ വൈകുണ്ഠം കേൾക്കുമ്പോൾ തന്നെ സുഖം തരുന്നുവെങ്കിൽ അവിടെ എത്തിയവരുടെ അവസ്ഥ എന്താവും? തത് വിശ്വഗുരുവധികൃതം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതും ഭുവനൈകവന്ധ്യം ദിവ്യം വിചിത്ര വിബുധാഗ്രവിമാനശോചി ആപുപ്പരാം മുദം അപൂർവ ഉപേത്യ യോഗമായ ബലേന മുനയത്തതോ വികുണ്ഠം എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നതായ വൈകുണ്ഠലോകത്തെ പ്രാപിച്ചിട്ട് ഉപേത്യ, നേരത്തെ എവിടേക്കോ വന്ന വാക്കാണ് ഉപേത്യ, പ്രാപിച്ചിട്ട് മുനയപ്പരാം മുദം ആബു വളരെയേറെ സന്തോഷത്തെ പ്രാപിച്ചു. വിചിത്ര വിബുധ അഗ്രവിമാനശോചി അത്ഭുതങ്ങളായിട്ടുള്ള വിമാന ആദികളെ കൊണ്ട്, വിമാനം മാത്രമല്ലല്ലോ, ശോഭിക്കുന്നതായ അപൂർവം മുദം അപൂർവം ഉപേത്യ അപൂർവവുമായ ആ വൈകുണ്ഠത്തെ പ്രാപിച്ച് സനകാദികൾ അപാരമായിട്ടുള്ള ആനന്ദത്തെ പ്രാപിച്ചു എന്ന് പറയണം. നിമിഷേഷു നിഷിധ്യമാനാ സ്വർഗത്തമാ അഭിഹരോ പ്രതികാരഭ്യാം ഊജുഹൃത്തമമദിച്ഛിത ഭംഗൈഷത്കാമാനുജേന സഹസാ ത ഉപപ്ലുതാക്ഷ അനിമിഷേഷു. നിമിഷന്മാർ നേരത്തെ പറഞ്ഞു ദേവന്മാരെ, കണ്ണടയ്ക്കാത്തവർ, ദേവന്മാർ മിഷത്സു നോക്കി നിൽക്കുന്നുണ്ട്. എത്രയോ ദേവന്മാർ ഭഗവാനെ കണ്ടു നിൽക്കുകയാണ് അവിടെ. ഉള്ളവരൊക്കെ ദേവന്മാരാണ് എന്ന് പറയാം. ഹരേ വിഷ്ണുവിൻ്റെ പ്രതിഹാരഭാഭ്യാം പ്രതിഹാരന്മാരെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ദ്വാരപാലന്മാർ, പ്രതിഹാരന്മാരെന്ന് ചിലപ്പോൾ പ്രതിഹാരന്മാർ, ഒരക്ഷരമൊക്കെ ചിലപ്പോൾ വെറുതെ നീട്ടിയിട്ട് അങ്ങനെയും കാണാം. പ്രതിഹാര ഉവാച പ്രതിഹാരാഭ്യാം ദ്വാരപാലന്മാരാൾ ആൾമാരുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുമോ? താഭ്യാം നിഷിധ്യമാന തടുക്കപ്പെട്ടു. അവിടെ നിൽക്കുക, എവിടേക്കാണ് ശങ്ക കൂടാതെ അങ്ങനെ പോകണം? ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. പ്രതികാരതാഭ്യാം സ്വർഗത്തമാകവിഹരേ നിഷിധ്യമാന തടുത്തു. പ്രതികാരഭാഭ്യാം നിഷിധ്യമാന അവിടെ നിൽക്കുക എന്നും പറഞ്ഞ് അവരാണ് തടുത്തു. അപ്പോഴോ സുഹൃത്തമതിദക്ഷിത ഭംഗേന ഭഗവാനെ കാണാൻ അങ്ങനെ ആർത്തിയോട് കൂടിയിട്ടാണ് പോണവർ. ഗുരുവായൂരൊക്കെ ഈശ്വരനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ക്യൂര് നിൽക്കുമ്പോൾ ഒരാർത്തി തന്നെ പറയണം അതിനല്ലേ. എപ്പോഴാണ് കാണുക, എപ്പോഴാണ് തൻ്റെ ആ ടേണ് വരിക, ക്യൂ നോക്കിയിട്ടങ്ങനെ ഭഗവാനെ ഒരു നോക്ക് കാണാനുള്ള വെമ്പലോട് കൂടിയിട്ട് എന്നർത്ഥം. സുഹൃത്തമദിദക്ഷിത ഭംഗേ ഇവിടെ കാണാനുള്ള ആഗ്രഹത്തെ തടഞ്ഞു. ഭംഗേ വടിവെച്ച് തടഞ്ഞു എന്നാണ് ചിലർ പറയണം. കടക്കാൻ അനുവദിച്ചില്ല, അനുമതി നിഷേധിക്കുക എന്ന് പറയുമല്ലോ. ഇവർ അനുമതി നിഷേധിച്ച് ഇറങ്ങിപ്പോവല്ല ചെയ്യുക. നിയമസഭയിൽ അങ്ങനെയാണല്ലോ, അനുമതി സ്പീക്കർ അനുമതി നിഷേധിച്ചു, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഇവരോ ഇറങ്ങിപ്പോവെന്നല്ല, എന്ത് ചെയ്തു? സഹസ ഈഷത്കാമാനുജേന കോപണ്ടായി അവർക്ക്. ഉപപ്ലുതാക്ഷ ദേഷ്യപ്പെട്ട കണ്ണുകളോട് കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. അവർക്ക് ദേഷ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെയല്ല, അതിൻ്റെ ഫലം അപ്പം ഉണ്ടാവും അവിടെ. തഭ്യാമിഷത്വ നിമിഷേഷു ദേവന്മാരാൽ നോക്കി നിൽക്കേ അവർ കാണുന്നുണ്ടതൊക്കെ. നിഷിധ്യമാനാ സ്വർഗത്തമാകവിഹരേ പ്രതികാരമാഭ്യാം തടുക്കപ്പെട്ടു. പ്രതികാരന്മാരെ കാവൽക്കാരാൽ ഊജസ്തുകൃത്തമദിദക്ഷിത ഭംഗ ഈഷത്കാമാനുജേന തകസാ ത ഉപപ്ലുതാക്ഷ തടയപ്പെട്ടതോടു കൂടിയിട്ടോ അവർക്ക് ദേഷ്യം വന്നു. കാമാനുജൻ, ദേഷ്യത്തിൻ്റെ ഒരു പേരാണ് കാമാനുജൻ. കാമൻ്റെ അനുജന അത്രേ ദേഷ്യം. പക്ഷേ കാമം ക്രോധം ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും
വിഷമുണ്ടാക്കി തീർക്കുന്നത്. ഒന്ന് കാമം, ഒന്ന് അതിൻ്റെ അനുജനായ ദേഷ്യം എന്നുള്ള അർത്ഥത്തിൽ കാമാനുജേന. കാമവും ക്രോധമായ ഏതേതാ നമ്മളെ നശിപ്പിക്കണതിൽ മുമ്പിലെന്ന് പറയാൻ വയ്യാന്നാണ്. രണ്ടും കുഴപ്പമാണ്. സഹസാത്ത ഉപപ്ലുതാക്ഷ, ദേഷ്യം വന്ന് ആ കണ്ണൊക്കെ ഉണ്ട് തുടുത്തു. എന്നിട്ട് പറഞ്ഞു മുനയൂജു, അവരുടെ കോപവാക്കുകളാണ് ഇനി. കോവാമികൈറ്റ ഭഗവത് പരിചര്യയോച്ഛേത്തധർമ്മിണാം ദിവസതാം വിഷമസ്വഭാവാം തസ്മിൻ പ്രശാന്ത പുരുഷേ ഗത വിഗ്രഹേ വാം കോവാത്മവർ കുഹകയോ പരിശങ്കനീയ ഉച്ചൈ ഭഗവത് പരിചര്യയോ. ഭഗവാനെക്കുറിച്ച് ധാരാളം പരിചര്യകളൊക്കെ ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളവരല്ലേ നിങ്ങൾ ദ്വാരപാലന്മാർ. അത്ര ഇവിടെ എത്തിയ പ്രവേശിച്ചവരാണ്. എത്ര ഉപാസിക്കണം വൈകുണ്ഠത്തിലെത്തണമെങ്കിൽ. അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ആരാണ് മഹാത്മാക്കൾ, ആരാണ് മഹാത്മാക്കളല്ലാത്തൊരിത് അറിയണ്ടേ. സാനകാദികളെന്ന് പറഞ്ഞാൽ എവിടെ എത്തിയ ആൾക്കാരറിയോ? ഈശ്വരാംശങ്ങളാണ്. ഈശ്വരാംശങ്ങൾ അവതാരമായിട്ടാണ് പറയണത്. അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല, അവരെ തടയാൻ പാടുമോ? അതും വടിവെച്ച് തടഞ്ഞു എന്നൊക്കെയാണ് ചിലർ പറയണത്. ഇവിടെ ഇപ്പോൾ ആ വടീനെ വാക്കുപയോഗിച്ചിട്ടില്ല, നിഷിദ്ധ്യമാനാന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും തടുക്കുക എന്നുള്ളതൊരു മഹാന്മാരെ തടയാൻ പാടുമോ? ഓരോരുത്തർക്കും ഓരോ പെരുമാറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല, ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല, മഹാത്മാക്കളെ തിരിച്ചറിഞ്ഞില്ല. തദ്ധർമ്മിണാം, ഈശ്വരധർമ്മം അനുഷ്ഠിക്കുന്ന നിങ്ങൾ, വൈകുണ്ഠത്തിൽ എത്തിയിട്ടുള്ള നിങ്ങളിങ്ങനെ ആവാൻ പാടുമോ? വിഷമസ്വഭാവ, അല്ലാത്തൊരു കാര്യമാണ് നിങ്ങളിവിടെ ചെയ്തത്. കോ വാ ഗതവിഗ്രഹേ, കലഹമില്ലാത്തവനും പ്രശാന്ത പുരുഷേ, ശാന്തനുമായ, തസ്മിൻ, ആ ഭഗവാനിൽ, കുഹകയോ, കപടമുള്ളവരായ നിങ്ങൾക്ക്, നിങ്ങളിവിടെ എത്താനുള്ള മാഹാത്മ്യം ആയിട്ടില്ല. എന്തോ ആരുടെയോ ചെക്കിങ് തെറ്റിവിടെ എത്തിയതാ. എല്ലാവർക്കും ഒരു ദിക്കിലേക്ക് എൻട്രി കൊടുക്കണമെങ്കിൽ ചെക്കിങ് ഉണ്ടാവില്ലേ? നിഷേധിക്കേണ്ട കൂട്ടരാണ് നിങ്ങൾ. പക്ഷേ അത് കടന്നു വന്നതാണ് നിങ്ങൾ. എവിടെയോ ഒരു പെശക് ഈ അനുവദിച്ചവർക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയതുകൊണ്ടാണ് ഇത്തരം പെരുമാറ്റങ്ങൾ നിങ്ങൾ കാണിക്കുന്നത്. കുഹകയോ, കപടമുണ്ട്. വാം ആത്മവത് പരിശങ്കനീയ, ശങ്കിക്കപ്പെടുവാൻ നിങ്ങൾ യോഗ്യരാണ്. എവിടെയോ ഇങ്ങോട്ട് കടത്തി വിട്ടവർക്ക്, നിങ്ങളുടെ എത്തിച്ചവർക്ക് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഒരു പെശക് പറ്റിയിട്ടാണ് നിങ്ങളിവിടെ എത്തിയിരിക്കണം. അല്ലച്ച ഇവിടെ യോഗ്യത നിങ്ങൾക്ക് ഇല്ല ഇവിടെ എത്താൻ. ഈ സ്വഭാവം നിങ്ങൾ കാണിക്കൂ. യഥാർത്ഥത്തിൽ വൈകുണ്ഠത്തിൽ എത്തിയിട്ട് അർഹതയുണ്ടച്ചാൽ, അതിനുള്ള അർഹതയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ പെരുമാറ്റം നിങ്ങളിൽ പാടില്ല എന്ന് പറയണം. കോവാമിഹൈത്യ ഭഗവത് പരിചര്യയോച്ചൈ, ഭഗവാനെ പ്രസാദിപ്പിച്ച് പൂജിക്കുന്നവർ, ഇപ്പം അവർക്കാണ് എല്ലാവിധ ശുണ്ഠിയും സ്വാർത്ഥവും മറ്റുള്ളവരെ ഉപദ്രവിക്കലൊക്കെ. ഗുരുവായൂരുന്ന് എന്ന് നോക്കൂ, സദാ ഭഗവാനെ ചിന്തിക്കുന്നവരാണ് അവിടുത്തെ ദേവസ്വക്കാരല്ലേ. ഒറ്റ ആളെ മര്യാദയ്ക്ക് തൊഴുകാൻ സമ്മതിക്കാണ്ട് മാറൂ 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 എന്ന് പറഞ്ഞാൽ രാമ 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 എന്നാ ജപിച്ചേച്ചാൽ അതിൻ്റെ പുണ്യെങ്കിലും ഉണ്ടാവും. ഞാൻ പറയാച്ചാ ഗുരുവായൂർ കാവക്കാരായിട്ട് ജോലി കിട്ടാതിരിക്കുക നല്ലത്. അവിടെ പോയിട്ട് രാമ 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 എന്ന് ജപിക്കാൻ ഭാഗ്യമില്ലാണ്ട് മാറൂ 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 എന്ന് പറയാം. എന്തർത്ഥമുള്ള അർത്ഥമില്ലാത്ത വാക്കും പറഞ്ഞ് ഭാഗ്യമില്ലാത്തവരാ ശരിക്ക്. ഒരു ദേഷ്യപ്പെടണ്ട കേട്ടോ. ഞാൻ എല്ലാവരും ഇത് കാണുന്നുണ്ട് വെച്ചാൽ ആശയിട്ടങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഈശ്വരനെ സേവിക്കുന്നവർ തന്നെ തെറ്റായ പല കാര്യങ്ങളും ചെയ്യണു. തെറ്റായ പല കാര്യങ്ങളും ചെയ്യണു. എന്തൊക്കെയാണ് നമ്മൾ കിടക്കണില്ല. അപ്പോൾ അവിടേക്കൊന്നും ഒരുപാട് തെറ്റുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വരനെ ഭജിക്കുന്ന ഗുരുവായൂർ സന്നിധിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് കഷ്ടമാണ്. പിന്നെ ബാക്കി സ്ഥലത്ത് എന്തെങ്കിലും സംഭവിക്കണേൽ അത്ഭുതമുണ്ടോ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഈ വൈകുണ്ഠത്തിലുണ്ട്. അപ്പോൾ അത് ലോകമായ ഇതൊക്കെ ഉണ്ടാവേ. ആ സ്വഭാവം ശരിയല്ലാത്ത വിധത്തിൽ അർഹതയില്ലാതെ ഇവിടെ എത്തിയത് കൊണ്ടാണ്. പ്രശാന്ത പുരുഷേ ഗതവിഗ്രഹേ, ആരോടും മത്സരമില്ലാത്തതാണ് ഗതവിഗ്രഹേ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് കേട്ടോ അർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്ന വിഗ്രഹമല്ല. ഗതവിഗ്രഹം എന്ന് പറഞ്ഞാലോ മത്സരബുദ്ധി ഇല്ലാത്ത എന്നാണ് അർത്ഥം. അർത്ഥം വരുന്ന രീതി വിചിത്ര. വിഗ്രഹം യുദ്ധം, മത്സരം, അതില്ലാത്തതാണ് വിഗത വിഗ്രഹം. ഓപ്പോസിറ്റ് ഗതവിഗ്രഹേ,
മത്സരബുദ്ധി ഇല്ലാത്ത പ്രശാന്തനായ വിഷ്ണുവിനെ സേവിക്കുന്ന നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? കോവാത്മവൽ കുഹകമയോ പരിശങ്കനീയ, നിങ്ങൾക്ക് ഇവിടെ എത്താനുള്ള അർഹതയുണ്ടോ എന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആരോ കടത്തിവിട്ടത് അവിടെ എത്തിയതാണ്, പക്ഷേ ഇത് പുനഃപരിശോധിക്കണം. ഇങ്ങനെ സനകാദികളെ പോലുള്ളവരെ നിങ്ങൾ ഒരിക്കലും തടയരുതായിരുന്നു. അത് നിങ്ങൾ ചെയ്തു. നക്യന്തരം ഭഗവതീഗതമത്ത കുക്ഷാവാത്മാനമാത്മനി നഭോ നഭസീപധീര പശ്യന്തി എത്രയോ സുരലിംഗിനോ കിം പാതിതം ഉദരഭേദി ഭയം മെദോസ്യ. അങ്ങനെ അവർ ശാപവാക്കുകൾ പറയുകയാണ്. ഭാഗങ്ങളാണ് തുടർന്ന് പറയാനുള്ളത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.